ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചിക്കൻ ബിരിയാണി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ 1 കിലോ ാട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ 1 കിലോത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ച് തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇതൊന്ന് വെച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇതേ രീതിയിലൊന്ന് വെച്ച് നോക്കുക കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നേരെ കിടക്കാം. അപ്പോൾ അതാട്ടോ 1 കിലോ ബിരിയാണി അരിയാണ് കേട്ടോ. അപ്പോൾ നല്ല അരി തന്നെ നോക്കി നമ്മൾ വാങ്ങണം. അപ്പോൾ ചില അരിയൊക്കെ നുറുങ്ങണ അരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല 1 കിലോത്തിൻ്റെ നല്ല അരി വാങ്ങിയിട്ടുണ്ട് കേട്ടോ, ബിരിയാണി അരി. അപ്പോൾ 1 കിലോന് അപ്പോൾ 1 കിലോത്തേക്കുള്ള സാധനങ്ങളാണ് ഞാൻ കാണിച്ചു തരാൻ പോണത് കേട്ടോ. അപ്പോൾ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 കിലോ അരിക്ക് 2 കിലോ ചിക്കന്, അല്ലെങ്കിൽ ഇനി 1 കിലോ ചിക്കൻ ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ 2 കിലോ ചിക്കനെങ്കിലും വേണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ 3 ക്യാരറ്റ്, പിന്നെ പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ 2 കുടം വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി കേട്ടോ, ഇഞ്ചിയും പിന്നെ 1 നാരങ്ങയും, പിന്നെ 4 വലിയ തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നമ്മൾ ചതച്ചെടുക്കുകയാണ് ചെയ്യുക. പിന്നെ വേണ്ടത് ഇത് ചോറുക്കുള്ളതാണ് കേട്ടോ, ചോറ്റയ്ക്കുള്ളതാണ് അണ്ടിപ്പരിപ്പും മുന്തിരിയും. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് മിൽമ നെയ്യാണ്. അപ്പോൾ 6 kg ഉപയോഗിക്കേണ്ടവർക്ക് 6 kg ഉപയോഗിക്കാം. ഞാൻ മിൽമ നെയ്യാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതാ നമ്മൾ ബിരിയാണി മസാലയാണ് വേണ്ടത്. ഇത് നമുക്ക് പൊടിച്ച് എടുക്കണം കേട്ടോ, മിക്സിൻ്റെ ജാറിൽ പൊടിച്ചെടുക്കണം. പിന്നെ ഒരു പാക്കറ്റ് തൈര്, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മല്ലിച്ചപ്പും പുതിനയും കറിവേപ്പിൻ്റെ ഇലയും. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒക്കെ അരിഞ്ഞ് റെഡിയാക്കാനുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ 10-11 വലിയുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചോറിക്ക് വറുത്തെടുക്കാനുള്ളതും പിന്നെ നമ്മൾ ചിക്കനിലേക്ക് മസാല കൂട്ടാനുള്ളതും കൂടിയാണ് കേട്ടോ. അപ്പോൾ 11 ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതി കേട്ടോ. അപ്പോൾ അധികം മസാല ആയാലും രുചി ഉണ്ടാവില്ല. അത്യാവശ്യം മസാലകളാണ് നമുക്ക് ബിരിയാണി വെക്കുമ്പോൾ രുചി ഉണ്ടാകുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളകും കൂടി വേണം കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടിക്കണം. അപ്പോൾ മിക്സിൻ്റെ ജാറിലിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് ഇതൊക്കെ ഒന്ന് പൊടിച്ച് അരിയാനുള്ളതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് പാചകം തുടങ്ങാം കേട്ടോ. അപ്പോൾ എൻ്റെയൊക്കെ ബിരിയാണി മസാല ഞാൻ പൊടിച്ച് വെച്ചത് ഇവിടെ ഉണ്ട് കേട്ടോ, വേറെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് പൊടിക്കണില്ല. ഇനി കുരുമുളക് പൊടിച്ച് കൊണ്ടിട്ടെ. അപ്പോൾ നമ്മളതൊക്കെ ശരിയാക്കണതിൻ്റെ മുന്നായിട്ട് നമ്മളെ ചിക്കന് വെള്ളം നന്നായിട്ട് വാർന്നതിന് ശേഷം നമുക്കതൊന്ന് മസാല കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ മസാല കൂട്ടാനുള്ളതാണ് ചിക്കൻ മസാലപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ മുളക് പൊടിയും കൂടി കേട്ടോ. അപ്പോൾ ഇത് 5ഉം കൂടി നമ്മളൊന്ന് നല്ലോണം മിക്സാക്കി എടുത്തിട്ട് ഇതിലേക്ക് ചിക്കൻ ഇട്ടുകാണ്ട് നല്ലോണം കുഴച്ച് തിരുമ്പി അതിന്മേൽ മസാലകൾ പിടിപ്പിച്ച് വെക്കണം കേട്ടോ. എന്നാൽ നമ്മളെ ചിക്കന് പ്രത്യേക രുചിയാണ് ഇട്ടുണ്ടാകുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബിരിയാണി വെക്കാൻ അറിയാത്തവർ പോലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ നല്ല രുചിയായി കിട്ടും കേട്ടോ. അപ്പം ഞാൻ നല്ലോണം മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 1/2 മുറി നാരങ്ങ നീര് കേട്ടോ. അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ 1 മുറി എടുക്കുക, അല്ല വലിയ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ 1/2 മുറി എടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് അല്പം കുരുമുളക് കേട്ടോ, എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2-3 മൂടി പിന്നെ സുർക്ക കേട്ടോ. അപ്പം ഞാൻ ആ കുപ്പീൻ്റെ മൂടിക്ക് തന്നെ 2-3 മൂടി സുർക്കയും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ പിന്നെ ചിക്കന് നല്ല ബലത്തിലും നല്ല ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയാണ് അല്പം സുർക്ക ചേർത്ത് കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർത്ത് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഞാൻ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ അരിയാനുള്ളതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം. ചോറ്റയ്ക്ക് നമ്മൾ മൂപ്പിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ 2 സവാള നീളത്തിന് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് കേട്ടോ, ക്യാരറ്റ് നടു കീറിയിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി നടു കീറി നന്നായിട്ട് കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ചോറ്റക്ക് മൂപ്പിച്ചെടുക്കാനുള്ളത്. പിന്നെ ഇത് ചിക്കനക്ക് ഉള്ളതാണ്. ബാക്കിയുള്ള ഉള്ളി ഞാൻ ചിക്കനിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി 4 വലിയ തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചെടുത്തത്, പിന്നെ കറിവേപ്പിൻ്റെ ഇല, പിന്നെ മല്ലിച്ചപ്പും പുതിനയും കൂടി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക്
ഇത് എങ്ങനെയാണ് തയ്യാറാക്കണം നോക്കട്ടോ. അപ്പം ഞാൻ 2 അടുപ്പത്തും കൂടി ആണ് തീ കത്തിച്ചിട്ടുള്ളത് കേട്ടോ. എന്നാൽ നമുക്ക് കടുപ്പ റെഡിയാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയും കേട്ടോ. അപ്പം നമ്മൾ വെള്ളം അവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് കൂട്ടി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാനിത് ചോറ്റക്കുള്ള മസാലയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ഞാനിവിടെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ ഒഴിച്ചിട്ടുള്ള നെയ്യ് മിൽമ നെയ്യാണ് കേട്ടോ. അപ്പോൾ അത് 100 ഗ്രാമിൻ്റെയാണ്. അപ്പം ഞാനതിൻ്റെ 1/4 ഭാഗത്തോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. പിന്നെ വെളിച്ചെണ്ണ നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. സൺഫ്ലവർ ഉപയോഗിക്കുന്നവരുണ്ടാവാം, അപ്പോൾ അവർ സൺഫ്ലവർ ഉപയോഗിക്കാം. ഞാനിവിടെ വീട്ടിൽ തന്നെ ആട്ടിക്കൊടുന്ന വെളിച്ചെണ്ണ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ വെളിച്ചെണ്ണയാണ് അധികം ഉപയോഗിക്കാറുള്ളത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണയിലൊക്കെ നാടൻ വെളിച്ചെണ്ണയിലൊക്കെ നമ്മളിതൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനത് വറുത്തെടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതെല്ലാം വറുത്തെടുക്കണം. അപ്പോൾ നമ്മളെ ഉള്ളി ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കോരിയെടുക്കട്ടോ. അപ്പോൾ ഞാൻ ഇത് കരിഞ്ഞു പോണത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ കരിയരുത്. പിന്നെ അത്യാവശ്യം നല്ല മൂപ്പിൽ നമ്മളിത് കോരിയെടുക്കാം. പിന്നെ ക്യാരറ്റും അതുപോലെ തന്നെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതും കൂടി മൂപ്പിച്ചുകൊണ്ട് നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ കേട്ടോ ഇത് ഏകദേശം മൂത്ത് വരുന്നുണ്ട്. അപ്പം ഞാനിത് സ്പീഡ് കൂട്ടിയോണ്ടാണ് കേട്ടോ. വീഡിയോക്ക് സ്പീഡ് കൂട്ടിയിട്ടാണ്. അപ്പോൾ ഇത് മൂത്ത് വരാനുള്ള ടൈം കുറച്ച് നേരം പിടിച്ചിട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ക്യാരറ്റ് ഇവിടെ ഞാൻ കോരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒരുമിച്ചിട്ട് കൊടുക്കട്ടോ. അപ്പോൾ ചിലർ അണ്ടിപ്പരിപ്പും മുന്തിരിയും സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നവരുണ്ടാവാം. അപ്പം ഞാനിവിടെ രണ്ടും കൂടി ഒരുമിച്ചാണ് കേട്ടോ ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ രണ്ടിനും ഏകദേശം ഒരേ മൂപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുന്തിരി ആദ്യം വെന്തുകൊണ്ട് ഒന്ന് മൂത്ത് പൊള്ളച്ചുകൊണ്ട് അത് വരും അല്ലേ, മേലക്കണ്ട് പൊന്തി വരും. അപ്പോൾ ഞാനതാണ് കോരിയെടുക്കാറാണ് ചെയ്യാറുള്ളത്. അത് കോരിയെടുക്കുമ്പോഴത്തേന് നമ്മൾ അണ്ടിപ്പരിപ്പും പാകത്തെ മൂപ്പായി കിട്ടും. അപ്പോൾ അതും കോരിയെടുത്തു കേട്ടോ. അപ്പം ഞാൻ രണ്ടും കൂടി അങ്ങനെ മൂപ്പിച്ചെടുക്കാറാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ രണ്ടും ഏകദേശം ഒരേ മൂപ്പിന് നമുക്കിത് ഒന്ന് മാറ്റി കൊടുക്കട്ടെ. ഈ ഓയിൽ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽ അല്പം ഞാൻ നെയ്യ് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മൂപ്പിച്ചതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഫ്ലേവർ നമ്മൾ ചിക്കനിൽ മസാല കൂട്ടുമ്പോൾ അതിന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് ഞാൻ അല്പം അതിൽ തന്നെ വെക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പം ഇങ്ങനെ നല്ല രുചിയാണ് കേട്ടോ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തത് കേട്ടോ. ഞാൻ അതിലേക്ക് ചിക്കനിലേക്കുള്ള മസാലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് വാടി വരാൻ വേണ്ടിയാണ് നമുക്ക് വേണമെങ്കിൽ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നാൽ കടുപ്പം നമുക്കിത് ഉള്ളി വാടിക്കിട്ടും. അപ്പോൾ ഞാനിത് ഉള്ളി വാടാൻ വേണ്ടി അല്പം ഉപ്പ് ഉപയോഗിച്ച് പിന്നെ അല്പം കറിവേപ്പിൻ്റെയും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വാട്ടിയെടുക്കണം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വാട്ടിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ഉള്ളി നന്നായിട്ട് വാടുന്നതിനനുസരിച്ച് നമ്മളെ ബിരിയാണിയിലേക്ക് ഉള്ള രുചി കൂടുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലോണം വാടി കിട്ടണം. അപ്പം ഏകദേശം നമ്മളെ ഉള്ളി വാടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കിതിലേക്ക് തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് മല്ലിച്ചപ്പും പുതിനയും കൂടി കേട്ടോ. അപ്പോൾ മല്ലിച്ചപ്പും പുതിനയും കൂടി നമ്മൾ ചോറിക്കുള്ളത് കുറച്ചവിടെ മാറ്റി വെച്ചിട്ട് ബാക്കി നമ്മളിതിലേക്ക് മസാലയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഉള്ളിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്തിടണമല്ലോ. അപ്പോൾ മസാലയ്ക്ക് അത്യാവശ്യത്തിനുള്ള ഉപ്പുണ്ടാവും. പിന്നെ നമുക്ക് മസാലയ്ക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള അല്പം മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കനിക്കുള്ള മസാല നമ്മളവിടെ ചേർത്ത് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഇല്ലത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഓവറായിട്ട് ചേർത്ത് കൊടുക്കരുത്. നമുക്കതൊന്ന് വഴറ്റി നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കനും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അല്പം ബിരിയാണി മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ബിരിയാണി മസാല ഇട്ടതിൻ്റെ വീഡിയോ കട്ടായി പോയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഞാനിതാ ഇതൊക്കെ സെറ്റാക്കി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തൈര് ഞാനിപ്പോൾ ഒഴിച്ചിട്ടില്ല കേട്ടോ, തൈരും കൂടി ഒഴിക്കാണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഇത് നമ്മളെ വെള്ളം ഇവിടെ വെട്ടി തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് അരി കഴുകിയിടണം. അപ്പോൾ നമ്മളിവിടെ അരി കഴുകിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ. നമുക്ക് വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പട്ടയും ഗ്രാമ്പും ഏലക്കായും കൂടി ഞാൻ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരമുറി നാരങ്ങയാണ് കേട്ടോ. അപ്പോൾ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നാരങ്ങ നീര് എടുത്തതിന് ശേഷം അതിൻ്റെ തൊലി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ തൈര് ഒഴിച്ചിട്ടില്ല, കാരണം തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ വെള്ളം പൊന്തി വരും. അപ്പോൾ ചിക്കൻ പകുതി വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ തൈര് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തൈരും കൂടി ഒഴിച്ച് കൊടുത്ത് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ അതിൽ വെള്ളം പൊന്താൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഞാനിനി അല്പം തൈരും കൂടി ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ അല്പം പുളിക്കനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഉപ്പുണ്ടോ ഒന്ന് നോക്കണം കേട്ടോ. തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പുണ്ടോ നോക്കുക. ഉപ്പ് കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഇനി ഇളക്കി കൊടുത്ത് നമ്മളിത് അടുപ്പത്ത് വെച്ചാൽ അല്പം വെള്ളം പൊന്താൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ദമ്മിടുമ്പോൾ പാകമായി കിട്ടും. അപ്പോൾ ഇവിടെ അരി നമ്മളിത് ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കാം കേട്ടോ. ഊറ്റിയെടുത്തിട്ട് നമുക്ക് ദമ്മിടാം കേട്ടോ. വെള്ളം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൈര് ഒഴിച്ചാൽ വെള്ളം പൊന്തി വരും. അപ്പോൾ നമ്മൾ ബിരിയാണി ചെമ്പിലേക്ക് മാറ്റിട്ടോ. അപ്പോൾ അത് നമ്മൾ ദമ്മിടുമ്പോൾ പാകമായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ വാഴൻ്റെ ഇല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ കീറൽ കൊടുത്തിട്ട് ഇതുപോലെ വിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് നമ്മളെ ചോറും രണ്ടും കൂടി വേർതിരിക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പം ഞാൻ അല്പം ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബിരിയാണി മസാലപ്പൊടി, ആവശ്യത്തിന് ബിരിയാണി മസാലപ്പൊടി, പിന്നെ മല്ലിച്ചപ്പും പുതിനയും കൂടി അരിഞ്ഞു വെച്ചതും കൂടി വെതറി നമുക്കിതിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ ദമ്മിട്ട് വെക്കാം കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ നമ്മൾ വറുത്ത് വെച്ച പിന്നെ മുന്തിരിയും അണ്ടിപ്പരിപ്പും മുന്തിരി ഉള്ളിയൊന്നും ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കണില്ല. ഇതുപോലെ പിന്നെ മല്ലിച്ചപ്പും മസാലപ്പൊടിയും കൂടി ചേർത്ത് കാണ്ടും ദമ്മിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ദമ്മിട്ട് വെച്ച് പിന്നെ നമ്മളത് വറുത്തെടുത്ത നെയ്യും വെളിച്ചെണ്ണയും ഉപയോഗിച്ച് നമ്മൾ വറുത്തെടുത്തല്ലോ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ക്യാരറ്റൊക്കെ വറുത്തെടുത്ത ആ ഓയിൽ അല്പം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് അല്പം അവിടെ ബാക്കി വെച്ചു കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ച് കാണ്ട് കണൽ ഇട്ട് കാണ്ട് നമുക്ക് ദമ്മിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അടിയിൽ അല്പം വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അടിയിലെ കണലും മേലത്തെ കണലും പാകാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് പാകാക്കി എടുക്കാം. ഇനി നമുക്ക് തൈരിലേക്കുള്ളത് കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ക്യാരറ്റും പിന്നെ വലിയുള്ളിയും പച്ചമുളകും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അല്പം മല്ലിച്ചപ്പും പുതിനയും കൂടി പിന്നെ അല്പം കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് നമ്മളതിലേക്ക് തൈര് ഒഴിച്ച് ഒരു സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ല രുചിയാണ് കേട്ടോ അങ്ങനെ തൈര് ഉണ്ടാക്കിയാൽ. ഇങ്ങനെ തൈര് ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി ദമ്മിട്ട് വെച്ചിട്ട് 1 മണിക്കൂറോളമായിട്ടോ. അപ്പോൾ ഞാനത് തുറന്ന് നോക്കി, നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഒന്ന് ഒരു ചെമ്പട്ടിക്ക് കോരിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വറുത്തെടുത്തത് 3ഉം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഇതിലൊന്ന് വെതറിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ വെതറിട്ട് കൊടുക്കാറാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ചോറ് ഇതിലേക്കൊന്ന് മാറ്റിയെടുക്കട്ടെ, ചെമ്പട്ടിയിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അടിയിലേക്ക് എത്തുന്നതോറും നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആ ചിക്കൻ്റെ ഒക്കെ മണം പൊന്തി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് എല്ലാതും ഇതിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ചെമ്പട്ടിക്ക് മൊത്തം ഞാനിത് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ബാക്കി അവിടെ മാറ്റി വെച്ച നെയ്യ് ഉണ്ടല്ലോ അത് ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തൊട്ട് നമ്മളെ ചിക്കൻ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ആ വാഴൻ്റെ ഇല വിരിച്ചുകൊണ്ട് തന്നെ നമ്മളെ ചോറൊന്നും അധികം ചിക്കനിൽ കലർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. നമ്മളെ ചിക്കനിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നു കേട്ടോ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണൽ അതിനനുസരിച്ച് താഴത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ വെള്ളം എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ വെള്ളം വറ്റി കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ 1 കിലോൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചത്. 1 കിലോനോ 2 കിലോനോ 3 കിലോനോ എത്ര വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ തൊട്ട് നമ്മളെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തൈരും അച്ചാറും പപ്പടമൊക്കെ കൂട്ടിക്കാണ്ട് നമ്മൾ
കഴിച്ചാൽ നല്ല രുചിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. പപ്പടത്തിൻ്റെ ധൈര്യം ഒന്നുമില്ലെങ്കിലും ഈ ബിരിയാണി മാത്രം കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.